അടുത്ത ഒരു എക്സ്പെരിമെൻ്റാണ് എനർജി മെഷർമെൻറ്റ് യൂസിങ് എനർജി മീറ്റർ. എനർജി മീറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ KCB പുറത്ത് വെച്ചിരിക്കുന്ന മീറ്ററില്ലേ, അതാണ് എനർജി മീറ്റർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നിശ്ചിത കാലയളവിലേക്ക് അല്ലെങ്കിൽ നിശ്ചിത ടൈമിലേക്ക് എത്ര എനർജി കൺസ്യൂം ചെയ്തു എന്നുള്ളത് സൂക്ഷിക്കുന്നതാണ്. അതിലിപ്പോൾ നമുക്ക് റീഡിങ് നമുക്ക് സ്റ്റോർ ചെയ്തതിൽ കിട്ടും റീഡിങ് കിലോ വാട്ട് അവർ. അതിൻ്റെ യൂണിറ്റാണ് കിലോ വാട്ട് അവർ. അപ്പോൾ നേരത്തെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് വാട്ടല്ലേ, വാട്ട് മീറ്റർ ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ വാട്ടും ഉണ്ട് അവറും ഉണ്ട്. അപ്പോൾ വാട്ടും അവറാകുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ടൈമർ വേണം. ഒരു ടൈമും കൂടി വെച്ചുള്ള കാൽക്കുലേഷനാണ് നമുക്ക് കിലോ വാട്ട് കിട്ടുന്നത്. വോൾട്ടേജ് കറണ്ട് ഇൻറ്റു ടൈം, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ പക്ഷെ നമ്മുടെ ഈ മെഷർമെൻ്റ് എല്ലാം നമ്മൾ വോൾട്ടേജും കറണ്ടും ആയതുകൊണ്ട് വാട്ടിലാണ് കിട്ടുക. ഇതാണെങ്കിൽ ടൈം ആണെങ്കിൽ സെക്കൻഡിലാണ് കിട്ടുന്നത്. അപ്പോൾ ടൈം സെക്കൻഡിലും ഇത് വാട്ടിലാണ് കിട്ടുന്നതുകൊണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ കൺവേർഷൻ ചെയ്യണം. കൺവേർഷൻ ചെയ്യാനായിട്ട് ഇത് വോൾട്ടേജിൻ്റെ കറണ്ടാണ് വാട്ട് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ കിലോ വാട്ടാവും. ടൈം ഇൻ സെക്കൻഡ്, നമ്മളിതിൽ കിട്ടുന്നത് സെക്കൻഡ് ആയതുകൊണ്ട് നമ്മളതിനെ 3600 സെക്കൻഡാണ് ഒരു മണിക്കൂർ. അപ്പോൾ ഒരു മണിക്കൂറിലാക്കാനായിട്ട് ബൈ 3600 കൂടി ചെയ്യണം. ഇപ്പോൾ അങ്ങനെയാണ് കിലോ വാട്ട് അവറായിട്ട് മാറ്റുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇതിൽ 3200 ഇമ്പൾസാണ് ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു ബൾബുണ്ട്, അത് ബ്ലിങ്ക് ചെയ്യും. ഇതിൽ കാല് ആണെന്ന് തോന്നുന്നു. ആ ബൾബ് 1 കിലോ വാട്ട് അവർ എനർജി ഉപയോഗിക്കുന്ന സമയത്ത് 3200 തവണ ബ്ലിങ്ക് ആവും. പക്ഷെ നമുക്ക് അത്ര നേരം കാത്തിക്കാൻ സമയമില്ല. നമ്മൾ ഈ ചെറിയ ലോഡ് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 5 തവണ ബ്ലിങ്ക് ആവാൻ എടുക്കുന്ന സമയം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ 5 തവണ ബ്ലിങ്ക് ആവാനായിട്ട് നമ്മൾ എടുക്കുന്നത് വളരെ കുറഞ്ഞൊരു വാട്ട്സാണ്. നമ്മളിപ്പോൾ ഒരു ബൾബിൻ്റെയൊക്കെയും 60 വാട്ട്സിൻ്റെയൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആവും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 3200 ഇമ്പൾസ് ആണെങ്കിൽ 1 കിലോ വാട്ട് അവറാണ്. അപ്പോൾ ഒരു യൂണിറ്റാണ്, 1000 വാട്ടാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമ്പൾസ് നമ്മൾ ഒരു തവണ ഈ LED കത്തുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു ഇമ്പൾസ് 3200 ഒന്നാണെങ്കിൽ 1 എന്ന് പറയുന്നത് 1/3200 കിലോ വാട്ട് അവറാണ്. അപ്പോൾ നമ്മൾ 5 ഇമ്പൾസ് എടുക്കുന്ന കാരണം കൊണ്ട് ഇതിൻ്റെ 5 മടങ്ങാണ്. അപ്പോൾ 5 ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടുപിടിച്ചതിനേക്കാൾ 5 മടങ്ങായതുകൊണ്ട് 0.00156 കിലോ വാട്ട് അവറാണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് കിട്ടുന്ന റീഡിങ് ആയിരിക്കും ഒരു തവണ ബ്ലിങ്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി അതേ സംഭവം തന്നെ നമ്മൾ വോൾട്ട് മീറ്റർ അമ്മീറ്ററും വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ്. നമ്മളതിനെ വോൾട്ട് മീറ്റർ ഇൻറ്റു കറണ്ട് മീറ്ററിൻ്റെ അമ്മീറ്ററിൻ്റെ റീഡിങ് ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ കിലോ വാട്ട് ബൈ 1000, അതാണ് കിലോ വാട്ടിൽ കിട്ടുന്നത്. ടൈം അതുപോലെ തന്നെ സെക്കൻഡിനെ അവറാക്കി മാറ്റുന്നതാണ്. ഇപ്പോൾ കിലോ വാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ഇതാണ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 കണക്ഷനേ ഉള്ളൂ. ഇതിൽ കണ്ട 1, 2, 3, 4 ഇതിൻ്റെ കണക്ഷൻ്റെ ഒരു ഡയഗ്രാമുള്ളൊരു കവറുണ്ട്, അതില്ല. പക്ഷേ ഇത് ഫസ്റ്റത്തെ ഫേസ്, സെക്കൻഡ് ന്യൂട്രൽ, തേർഡ് ഔട്ട്. ഈ 2 ഔട്ട് എടുക്കുന്നത്, ഇത് 2 ഇൻപുട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 230 വോൾട്ടേജ്, ഇവിടെ ഫേസ് ന്യൂട്രലാണ് ഇവിടേക്ക് കൊടുക്കുന്നത്. 230 വോൾട്ടേജ് ഇവിടേക്ക് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 230 വോൾട്ടേജിൻ്റെ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു റെഡും യെല്ലോ ആയിട്ട്. ഇപ്പോൾ റെഡ് കളർ ഫേസും യെല്ലോ ന്യൂട്രലായിട്ട് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതിനെ എടുത്തിട്ട് പ്ലഗിലേക്ക് കൊടുക്കും. പ്ലഗിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബാക്കി 2 ഉണ്ട്. ഈ യെല്ലോ കളർ ഇതാണ് ന്യൂട്രൽ. ഈ ന്യൂട്രൽ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ലോഡിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു ആംബിയർ മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പോകുന്ന ലൈനിൽ ഒരു അമ്മീറ്ററും കൂടി പിടിപ്പിക്കും. അപ്പോൾ അമ്മീറ്റർ പിടിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിൽ അമ്മീറ്റർ പിടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോഡിലേക്ക് പോകുന്നത്. അമ്മീറ്റർ പിടിപ്പിച്ചിട്ടാണ് ലോഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അമ്മീറ്റർ പിടിപ്പിച്ച് ലോഡിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇനി അടുത്തത് ഇനിയുള്ളതാണ് ഇതിൻ്റെ ലോഡിൻ്റെ ഒരു എൻഡിലേക്ക് കണക്ഷൻ കൊടുത്തു. ഇത് ഞാനിപ്പോൾ കൊടുത്തത് മാറിപ്പോയി. ശരിക്കും അമ്മീറ്റർ ഞാൻ ഫേസാണ് കൊടുക്കേണ്ടിരുന്നത്. അപ്പോൾ ഫേസ് എടുത്തിട്ട് അമ്മീറ്ററേക്ക് എടുത്തിട്ട് കണക്ഷൻ അങ്ങോട്ട് കൊടുക്കും. ഈ കണക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഈ കണക്ഷൻ ഫേസ് എടുത്തിട്ട് ഈ റെഡ് കളർ വയർ ഈ ഫേസ് എടുത്തിട്ട് അമ്മീറ്ററിലേക്ക് വന്നു. അമ്മീറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്തു, ലോഡിൻ്റെ ഒരു എൻഡിലേക്ക് കൊടുത്തു. പിന്നെ ന്യൂട്രൽ വന്നിട്ട്
എന്ത് ചെയ്തു, ലോഡിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് ന്യൂട്രൽ, ഈ യെല്ലോ കളറാണ് ഈ ന്യൂട്രൽ. ന്യൂട്രൽ വന്നിട്ട് ലോഡിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്ക് കൊടുക്കും. അപ്പോൾ ലോഡിലേക്കുള്ള ഇത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു അമ്മീറ്റർ വഴിയാണ് ഇതിലൂടെ കയറി ഇറങ്ങി പോകുന്നത്. ഇനി ഇതിനെ ഓണാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ 3 ലൈറ്റ് ഓണാണ്, അത് കാരണം കൊണ്ട് ഒന്നാക്കി. ഇപ്പോൾ ഒരു 100 വാട്ട്സിൻ്റെ ഒരു ബൾബാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറണ്ട്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇത് ബ്ലിങ്ക് ആവണം. അപ്പോൾ ഒരു ബ്ലിങ്ക് ആവണമെങ്കിൽ നമ്മളൊരു കുറച്ച് ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് അത് ബ്ലിങ്ക് ആവുന്നത്. അത് കാണാം, അത് ബ്ലിങ്ക് ആയത് കണ്ടോ. അപ്പോൾ അങ്ങനെ 5 തവണ ബ്ലിങ്ക് ആവുന്ന ടൈമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടൈമർ ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു വോൾട്ട്മീറ്റർ ഉണ്ട്. ഈ ഒരു വോൾട്ട്മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡിലേക്ക് വരുന്ന വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാനായിട്ട്. അത് നമുക്ക് വേണമെങ്കിൽ 230 വോൾട്ടേജിലേക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കണക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ലോഡ് വരുന്നിടത്തേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അത് ഓഫ് ചെയ്തു. ലോഡ് വരുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ലോഡ് വരുന്ന സമയത്ത് കൊടുക്കാൻ പോകുന്നു. ഇപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ലോഡ് വരുന്ന സ്ഥലത്തേക്ക് കണക്ഷൻ കൊടുത്തു. അതിന് പാരലായിട്ട്, ലോഡിന് പാരലായിട്ടുള്ള കണക്ഷൻ കൊടുത്തു. അപ്പോൾ വോൾട്ട്മീറ്റർ ഇതിലേക്ക് കൊടുത്തു. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഓണാക്കിയിട്ട് ബാക്കി മെഷർമെൻറ്റ് എടുക്കാൻ പോകണം. ഓണാക്കിയിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ പോകുന്നത് ഇതിലിപ്പോൾ കിട്ടുന്ന വോൾട്ടേജ് 240 വോൾട്ടേജിൻ്റെ അടുത്തുണ്ട്. 240 വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ് എഴുതി 240 വോൾട്ടേജ് ആണ് കിട്ടിയത്. ഇനി അമ്മീറ്ററിൻ്റെ റീഡിങ് ഒരു ബൾബാണ് ഇട്ടിരിക്കുന്നത്. ഒരു ബൾബ് ഇട്ടപ്പോൾ എത്ര കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ നോക്കിയെടുക്കുകയാണെങ്കിൽ 0.5 താഴെയാണ്. അപ്പോൾ 0.46 അത്ര എഴുതിയാൽ മതി. 0.46 ആംബിയറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി വാട്ട്, ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് വാട്ട്. 240 × 0.46 ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് കിട്ടി. ഇനി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ചെയ്യാൻ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇത് ബ്ലിങ്ക് ആവണത് നോക്കിയിരിക്കണം. ബ്ലിങ്ക് ആവണത് നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഈ സാധനം വാച്ച് സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോപ്പ് വാച്ച്. ഇതാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതും സ്റ്റോപ്പ് ചെയ്യാനുള്ളതും, ഇത് റീസെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ അത് ബ്ലിങ്ക് ആവുന്ന സമയം നോക്കാം. ഓക്കെ, ബ്ലിങ്ക് ആയി തുടങ്ങി. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി കൗണ്ട് ചെയ്യണം. ഒരു തവണയാണ് ബ്ലിങ്ക് ആയിട്ടുള്ളത്. ഒരു തവണ ആയില്ല, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരുന്നു. ഇനി അത് 5 തവണ വന്നപ്പോൾ ഒരു തവണയായി, 2 തവണയായി, 3 തവണയായി, 4 തവണയായി, 5 തവണ. സോറി. ഓക്കെ, ഞാനത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയി. അപ്പോൾ എന്നാലും നമുക്കതിൽ കണ്ടുപിടിക്കാം. ഏകദേശം ഒരു 47 സെക്കൻഡിലായിരുന്നു ഞാനത് ചെയ്യുന്നത്. അപ്പോൾ 47 സെക്കൻഡിൽ ഏകദേശം നമുക്ക് ഇതായി. ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതിന് പകരം മറ്റേത് ഞെക്കിപ്പോയി. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം എത്ര സെക്കൻഡ് ആയിരുന്നുള്ളൂ. 47 സെക്കൻഡ് ഏകദേശം ആയിരുന്നു. അപ്പോൾ 47 സെക്കൻഡ് കൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. ഇനി ഇതിൻ്റെ ഈ കിട്ടിയ വാട്ട്, ഇപ്പോൾ വാട്ട് നമ്മളോട് ചെയ്തില്ലേ, 240 × 40.46 ചെയ്തില്ലേ, അത് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ കിലോ വാട്ട് കിട്ടും. ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അവറും കിട്ടും. ഇപ്പോൾ ഏകദേശം ഇതിനടുപ്പിച്ചുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടേണ്ടത്. അത് കഴിഞ്ഞിട്ട് 2 ബൾബ് വെച്ച് ചെയ്യാം, 3 ബൾബ് ചെയ്യാം. അപ്പോൾ ടൈം കുറഞ്ഞു വരും. ഇപ്പോൾ 47 സെക്കൻഡ് എന്നുള്ളത് ചിലപ്പോൾ ഇനി കുറഞ്ഞു വരും ഈ ലോഡിനനുസരിച്ചിട്ട്. അത് കാൽക്കുലേഷൻ ചെയ്താൽ മതി. അത്രയാണ് ഇതിൻ്റെ എനർജി മെഷർ ചെയ്യുന്നത് കണ്ടുപിടിക്കാനായിട്ട്. ഇതിൻ്റെ ബാക്കി കാൽക്കുലേഷൻ ചെയ്തിട്ട് ബാക്കി ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ട ഇത് 110 വാട്ടെന്ന് വന്നിട്ടാണ് ഇത് കിട്ടിയത്. കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ കിലോ വാട്ടാക്കി കഴിഞ്ഞപ്പോൾ 110/1000 ചെയ്ത് കഴിഞ്ഞപ്പോൾ 0.110 കിലോ വാട്ട് കിട്ടി. ഇനി ടൈം ബൈ ഇതും കൂടി ചെയ്താൽ 47/3600 കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനടുത്തുള്ളൊരു വാല്യൂ കിട്ടും.